എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 87 ശ്ലോകം 41, 42, 43, 44, 45 5 ശ്ലോകങ്ങൾ. ശ്രുതിഗീതയിലെ അവസാനത്തെ ശ്ലോകമാണ് ഈ 41ാമത്തെ ശ്ലോകം. അവരുടെ സ്തുതി ഭഗവാനിൽ സമർപ്പിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. ദ്യുപതയേവതേ നയയുരന്തമനന്തതയാ ത്വമവിയദന്തരാണ്ഡ നിജയാദനു സാവരണ കൈവരജാം ശിവാന്തി വയസാ സഹയൽ ശ്രുതയ ത്വയി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാ. ഭഗവാനെ, അവിടുത്തെ അറിഞ്ഞവൻ സുഖദുഃഖങ്ങളും വിധി നിഷേധങ്ങളും അറിയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ ഭഗവാനെ അറിയാൻ കഴിയും? അറിയാൻ കഴിയില്ല. അറിവിന് വിഷയമല്ലെന്നല്ലേ പറഞ്ഞത് എന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെ. അറിയാൻ കഴിയാത്ത മഹിമാവോടുകൂടിയ ഭഗവാൻ വാക്കിനും മനസ്സിനും ഗോചരനല്ല എന്ന് തന്നെയാണ് അറിവിന്റെ സ്വരൂപം. എന്നാലും അവാങ്മനസ്സഗോചരമായ പരമാർത്ഥ വസ്തുവിന്റെ ബോധത്തെ ലക്ഷണയാ വേദം ഉപദേശിക്കുന്നുവെന്ന് കാണിക്കുകയാണ്. സ്വർഗത്തിന്റെ അധിപന്മാരായ ബ്രഹ്മാദിദേവന്മാർ തന്നെയും നിന്തിരുവടിയെ നല്ലവണ്ണം അറിയുന്നില്ല. അവര് മറ്റുള്ള എല്ലാവരെക്കാളും അധിക ബുദ്ധി സാമർഥ്യത്തോടു കൂടിയവർ തന്നെയാണെങ്കിലും നിന്തിരുവടി ഇന്ന പ്രകാരം ഇരിക്കുന്നവനാകുന്നു എന്ന് അവർക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. അവർക്ക് ആ അറിവ് അവർക്കില്ല എന്ന് തന്നെയല്ല, അനന്തഹേതുവായിട്ട് മേൽപ്രകാരമുള്ള നിശ്ചയം നിന്തിരുവടിക്കുമില്ല. യാതൊരു നിന്തിരുവടിയാകുന്ന അസ്പദത്തിങ്കൽ അനന്ത ബ്രഹ്മാണ്ടങ്ങൾ കാലചക്ര ഹേതുവായി ആകാശത്തിൽ പരമാണുക്കളെ പോലെ ഒരുമിച്ച് ഒരേ സമയത്തിൽ ഒന്നായിട്ട് ചുറ്റിത്തിരിയുന്നുവോ അപ്രകാരം ഇരിക്കുന്ന നിന്തിരുവടിക്ക് അന്തമുണ്ടെന്ന് വരില്ല. എന്നാൽ വേദങ്ങൾ നിന്തിരുവടിയുടെ വൈഭവത്തെ പരിച്ഛേദിക്കുന്നു എന്നുണ്ടോ? അതുമില്ല. സഗുണനായിരിക്കുന്ന നിന്തിരുവടിയുടെ ഗുണങ്ങള് അനന്തങ്ങളാകയാലും നിർഗുണനായിരിക്കുന്ന നിന്തിരുവടി വാക്കിനു ഗോചരമാവാത്തതിനാലും നിന്തിരുവടിയിൽ സാക്ഷാൽ ഗതി വേദങ്ങൾക്ക് ഭവിക്കുന്നില്ല. എങ്കിലും താല്പര്യവൃത്യ നിന്തിരുവടിയിൽ പര്യവസാനത്തെ പ്രാപിക്കുന്നു. വിധിമുഖവാക്യത്തിൽ പദാർത്ഥത്തിന് വാക്യാർത്ഥത്വമില്ല. പദാർത്ഥമില്ലാത്തതിനെ വാക്യാർത്ഥം കൊണ്ട് ധരിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. എങ്കിലും നിഷേധമുഖവാക്യത്തിൽ ഈ നിയമമില്ലായകയാൽ വേദങ്ങൾ നിഷേധമുഖേന നിന്തിരുവടിയെ ബോധിപ്പിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സാവധിർ നിഷേധ എന്നുള്ള നിയമപ്രകാരം നാശരഹിതമായ ഒന്നിനെ അവധിയായി നിശ്ചയിച്ചിട്ട് നാശമുള്ള വസ്തുക്കളെയെല്ലാം നിന്തിരുവടി അല്ല എന്ന് തള്ളിക്കളയുന്നതിനാൽ നാശരഹിതവും വാഗ്മനസ്സുകൾക്ക് അഗോചരവുമായ പരമാർത്ഥ വസ്തുവിനെ വേദങ്ങൾ ബോധിപ്പിക്കുന്നു എന്ന് അഭിപ്രായം. ദ്യുപതയോ വിദു അന്തമനന്തനതേ ച ഭവാന്നഗിര ശ്രുതിമൗലയ ത്വയി ഫലന്തി യതോ നമ ഇത്യതോ ജയ ജയേതി ഭജേ തവ തൽപദം എന്നാണ് ശ്രീധരാചാര്യരുടെ ശ്ലോകം. അതിന്റെ സാരം ഇതാണ്. ഹേ അപരിച്ഛിന്ന സ്വരൂപ, നിന്തിരുവടിയുടെ നിത്യാനന്ദ സ്വരൂപത്തെ ബ്രഹ്മാദിദേവന്മാരും വേദാന്ത വാക്കുകളും നിന്തിരുവടി തന്നെയും അറിയുന്നില്ല. അതുകൊണ്ട് വാച്യമായ സകലത്തെയും തള്ളിക്കളഞ്ഞിട്ട് അവയുടെ അവധിയായിരിക്കുന്ന നിന്തിരുവടിയിൽ വാക്കുകൾ ലയിക്കുന്നു. അപ്രകാരം സമസ്ത നിഷേധാവധിഭൂതനായ നിന്തിരുവടി ജയിച്ചാലും ജയിച്ചാലും എന്ന് സങ്കീർത്തനം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങയെ ഭജിക്കുന്നു. ഭക്തിയെ തന്നെ സകല മുമുക്ഷുക്കളും ശരണം പ്രാപിച്ചുകൊള്ളുവിൻ എന്നാണ് ശ്രുതി മാതൃശാസനം എന്ന് ഉറപ്പിച്ചു പറയണം. ഈശ്വരനും സ്വ അവധിയെ അറിയുകയില്ലെങ്കിൽ സർവജ്ഞതയ്ക്ക് ഹാനി ഉണ്ടാവുമോ എന്ന് ശങ്കിക്കേണ്ട പറയണം. ഒരു വസ്തുവിന്റെ അവധിയെ അറിഞ്ഞു എന്ന് വന്നാൽ ആ വസ്തു അന്തവത്തെന്ന് അർത്ഥമായി. അപരിച്ഛിന്ന വസ്തുവിനെ ആ നിലയിൽ അറിയുന്നത് തന്നെ ശരിയായ ജ്ഞാനം. അങ്ങനെയല്ല ഞാൻ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന സ്വരൂപ വിവരണ ശ്രുതിവാക്യം അർത്ഥവത്തല്ല എന്ന് വരും. അതുകൊണ്ട് നിന്തിരുവടിയും അറിയില്ലെന്ന വാക്യം യുക്തം തന്നെ. ഭഗവാന് തന്നെ ഭഗവാനെ അറിയില്ല എന്ന് പറയുന്നത് അത് വിവരിച്ചു പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഭഗവാൻ അവരോട് മറുപടി പറയണു. ശ്രീ ഭഗവാൻ ഉവാച ഇത്യേതൽ ബ്രഹ്മണപുത്ര
ആശ്രിത്യാത്മാനുശാസനം സനന്ദനമധാനർച്ചു സിദ്ധാ ജ്ഞാത്വാത്മനോ ഗതിം. ഭഗവാൻ നാരായണ ഋഷി പറയാണ്, ആത്മാവിന്റെ സ്വരൂപത്തെ ഉപദേശിക്കുന്ന വേദസാരമായ ശ്രുതിഗീതാരൂപമായ രഹസ്യത്തെ, അതായത് ബ്രഹ്മസ്വരൂപത്തെ നന്നായി ധരിച്ചിട്ട് ഉപദേഷ്ടാവായ ഗുരുമൂർത്തിയായിരിക്കുന്ന സനന്ദനനെ സനകാദികളാകുന്ന മറ്റു ബ്രഹ്മപുത്രന്മാര് നമസ്കാരാദികൾ ചെയ്ത് പൂജിച്ചു. ഇത്യശേഷ സമാംനായ പുരാണോപനിഷൽരസ സമുദ്ധൃത പൂർവജാതേ വ്യോമയാനേർമഹാത്മഭി. അങ്ങനെ സകലങ്ങളായ വേദങ്ങളുടെ പൂർവഭാഗങ്ങളായ കർമ്മകാണ്ഡങ്ങളുടെയും ഉത്തരഭാഗങ്ങളായ ജ്ഞാനകാണ്ഡങ്ങളുടെയും സ്മൃതിസാരങ്ങളായ പുരാണങ്ങളുടെയും സാരമായ അർത്ഥം നിരപേക്ഷന്മാരും മഹാത്മാക്കളും പൂർവന്മാരുമായ സനകാദികളാൽ സമുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ത്വം ചെയ്തൽ ബ്രഹ്മദായാദ ശ്രദ്ധയാത്മാനുശാസനം ധാരയൻ ചരകാം കാമം ഹമാനാം ഭർജനം നൃണാം. പ്രയത്നം കൂടാതെ സിദ്ധിക്കുന്ന ബ്രഹ്മാനന്ദത്തെ നിരന്തരം സേവിക്കുന്ന ഹേ ബ്രഹ്മപുത്ര, അങ്ങയും ഈ ആത്മോപദേശം ഹൃദയത്തിൽ ധരിച്ചും കൊണ്ട് ഇഷ്ടം പോലെ ലോകങ്ങളിൽ സഞ്ചരിച്ചു കൊള്ളുക. ജീവന്മാരെ ജനന മരണ രൂപബന്ധത്തിൽ അകപ്പെടുത്തുന്ന അന്തഃക്കരണ വൃത്തികളിൽ വെച്ച് മുഖ്യങ്ങളായിരിക്കുന്ന കാമക്രോധാദികൾ നിശേഷം നശിക്കണമെങ്കിൽ നിത്യാനന്ദഘനമായിരിക്കുന്ന ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകണം. അപ്പോൾ മാത്രമേ മനുഷ്യൻ മുക്തനായി ഭവിക്കുന്നുള്ളൂ. അതിനാൽ മോക്ഷത്തിന് തടസ്സമായി ഭവിച്ചിരിക്കുന്ന വൃത്തികളെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ഈ ദിവ്യോപദേശത്തെ ശ്രദ്ധാപൂർവം ധരിച്ച് സർവ വിഷയങ്ങളിൽ നിന്നും മുക്തനായി ലോകാനുഗ്രഹാർത്ഥം സർവ്വലോകങ്ങളിലും സഞ്ചരിച്ച് മുമുക്ഷുക്കൾക്ക് ഈ സാരോപദേശം നൽകി അവരെ ദുഃഖ സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന മഹത്തായ ഉപകാരം ചെയ്തുകൊള്ളുക. ശ്രീശുക ബ്രഹ്മർഷി പറയുന്നു, ശ്രീശുക ഉവാച ഏവം സർഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണശ്രുതധരോ രാജൻ ആഹ വീരവ്രതോ മുനി. ശ്രീശുക ബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, അങ്ങും ഇത് നന്നായി ധരിച്ചോളൂ. ശ്രീനാരായണ ഋഷി ഇപ്രകാരം ചെയ്ത ആത്മോപദേശം ശ്രദ്ധയോടെ ധരിച്ച മഹാനായ ശ്രീനാരദന് അപ്പോൾ തന്നെ ആത്മസാക്ഷാത്കാരമുണ്ടായി. അതുകൊണ്ട് ആത്മാനന്ദത്താൽ പരിപൂർണനായി ഭവിച്ചു നാരദ മഹർഷി. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് തന്നെ സാക്ഷാത്കാരം ഉണ്ടായത് എങ്ങനെയാ എന്ന് ശങ്കിക്കണ്ട. അദ്ദേഹം നിത്യവും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച നൈഷ്ഠിക ബ്രഹ്മചാരിയായ മുനിയാണ്. അതുകൊണ്ട് കേട്ടതിന്റെ സാരം അപ്പൊ തന്നെ ധരിക്കാൻ മാത്രമുള്ള അന്ധകരണ ശുദ്ധി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് കൃതാർത്ഥനായിട്ട് ശ്രീനാരായണ മഹർഷിയോട് ഇങ്ങനെ പറഞ്ഞു, ബ്രഹ്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ഏതൊരുവനും ബ്രഹ്മചര്യ ദീക്ഷ അത്യാവശ്യമാണെന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ് നാരദ മഹർഷി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.